ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ലൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പഴമൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂടുതലെടുക്കാം. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചെറിയ ക്യൂബ് സൈസ് പോലെ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് കപ്പലണ്ടിയും കാഷ്യൂനട്ടും ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽട്ടായി ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലൊന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുത്താൽ മതി. നമ്മൾ സാധാരണ സ്നാക്സിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഭയങ്കരമായിട്ട് വഴറ്റി ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഈ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ഇഷ്ടമുള്ളതിന് മാറ്റണമെങ്കിൽ മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടിയും ഈ കപ്പലണ്ടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പുഡിങ്ങിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒന്ന് കഴിക്കാനായിട്ട് കിട്ടുന്നത് നല്ല രസമായിരിക്കും. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു മധുരം, ചെറുമധുരം മതിയാവും. നമ്മളുടെ അടുത്ത ലെയറിൽ നല്ല മധുരത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. ആ പഴത്തുമ്മലും നട്ട്സുമ്മലൊക്കെ ഒന്ന് പറ്റി മെൽട്ടായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ മിക്സ് കണ്ടില് നല്ല ഇങ്ങനെ കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇതേ രീതിയിൽ തന്നെ ഉലർന്ന് കിടക്കുന്നതാണ് നല്ലത്. പഴമൊന്നും വല്ലാണ്ടൊന്നും കുഴഞ്ഞു പോവാതെ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത പുഡിങ്ങിൻ്റെ അടുത്ത ലെയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. അതായത് വെള്ളം ഒഴിക്കാത്ത നല്ല കട്ടിയുള്ള പാല് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1.5 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യേണ്ടത്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ സെപ്പറേറ്റ് പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാൽ വെച്ചിട്ടായാലും നമുക്ക് ചെയ്യാം. പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇളക്കാനായിട്ട് ശ്രമിക്കുക. കയ്യിൽ വെച്ച് ഇളക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ്. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് ഇത് യോജിപ്പിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഫ്ലെയിം ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം കോൺഫ്ലോറൊക്കെ ചേർത്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ചൂട് തട്ടി തുടങ്ങുമ്പോൾ തന്നെ കുറുകി തുടങ്ങും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് കുറുകി കിട്ടുട്ടോ. ഇപ്പോൾ കണ്ടിട്ട് നല്ല കട്ട് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നല്ല നമ്മുടെ ക്രീമൊക്കെ ഏകദേശം ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചർ പോലെ നന്നായിട്ട് കുറുകി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിസ്കുമ്മലൊക്കെ കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ബനാന ഫില്ലിങ്ങും പിന്നെ ഒന്ന് മിൽക്ക് ഫില്ലിങ്ങും ആയിട്ടാണ്. അപ്പോൾ ഒരു 2 ചെറിയ ബൗളിലേക്ക് ഞാനൊന്ന് നെയ്യൊന്ന് തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മളുടെ ഈ ബനാന മിക്സാണ്, പഴത്തിൻ്റെ മിക്സാണ് വെക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം.
അതിൻ്റെ മേലേക്ക് ഇനി നമ്മുടെ പാലിൻ്റെ ഈ ഒരു മിക്സറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇപ്പോൾ തന്നെ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും ക്രീമി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ലെയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറായിട്ട് വീണ്ടും പഴത്തിൻ്റെ മിക്സ് വയ്ക്കാം. ഞാനങ്ങനെ 4 ലെയറായിട്ടാണ് വെക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞില്ലേ പഴത്തിൻ്റെ ഫില്ലിങ് എടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ വാട്ടിയെടുത്താൽ മതി. വല്ലാണ്ട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ എടുക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതേ രീതിയിൽ ചെറിയൊരു രീതിയിൽ വാട്ടിയെടുത്താൽ മതി കേട്ടോ. വീണ്ടും ഞാൻ മിൽക്കിൻ്റെ ബേസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4 ലെയർ ഞാൻ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ എടുക്കുന്ന ബൗൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ലെയർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റായിട്ട് ഒരു ലെയർ ബനാന ഫില്ലിങ്ങും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റേ ബൗളിലേക്കും കൂടെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നെ കുറച്ച് മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് തന്നെ തിന്നാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. 2 മണിക്കൂറിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ഉണ്ടാക്കാനായിട്ട് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിക്കും ഒരു നഷ്ടം തന്നെയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.